നമ്മൾ ഒരു ഹെൽമെറ്റ് ധരിക്കുന്നതുകൊണ്ട് പല ആൾക്കാർക്കൊരു ഇപ്പോൾ കുറേയൊക്കെ ടൗണിലൊക്കെ ധരിക്കുന്നുണ്ട്. പക്ഷേ ഹെൽമെറ്റ് എന്താണ് അത് ചെയ്യുന്ന ഗുണം എന്നതൊന്ന് അറിഞ്ഞു കഴിഞ്ഞാലേ അത് ശരിക്കും മനസ്സിലാവുള്ളൂ. ഞങ്ങളൊക്കെ സാധാരണ ആദ്യകാലത്ത് ജോലി ചെയ്യുന്ന സമയത്ത് വെഹിക്കിൾ ഇൻസ്പെക്ടറായി ജോലി ചെയ്യുന്ന സമയത്ത് ഹെൽമെറ്റ് വെക്കാൻ പറയുമ്പോഴത്തേക്കാണ് സാറേ ഇതിനൊക്കെ കമ്മീഷൻ കിട്ടുന്നുണ്ടോ? അപ്പോൾ ഞാൻ പറയാം, എടാ കുറച്ചൊക്കെ പൈസ കിട്ടുന്നുണ്ട്, കാരണം ഇവരോടൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടും കാര്യമല്ല. നിങ്ങളിപ്പോൾ എന്തായാലും നിങ്ങൾ വെക്കുക, എന്നാൽ ഞങ്ങൾക്ക് കുറച്ച് കമ്മീഷൻ കിട്ടുമല്ലോ. അങ്ങനെ ഞാനൊരു പ്രാവശ്യം തിരൂർ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ യൂണിവേഴ്സിറ്റിൻ്റെയും ചേളാരിൻ്റെയും ഇടയിൽ വെച്ചിട്ട് ഞാൻ ഒറ്റയ്ക്ക് നിന്ന് ചെക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി അധ്യാപകൻ അതിൽ പോകുമ്പോൾ ഞാൻ അവിടെ ചെക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അയാൾ എന്ത് ചോദിച്ചാൽ തിരിച്ച് പോയിട്ട് ഒരു സുഹൃത്തിൻ്റെ ഇരുന്ന് ഹെൽമെറ്റ് വെച്ചിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് അയാളെ ആക്സിഡൻ്റ് ആകുകയും ചെയ്തു. എന്നിട്ട് അയാൾ മനോരമയിലോ മറ്റോ എഴുതിയിരുന്നു, ഞാൻ വെഹിക്കിൾ ഇൻസ്പെക്ടറെ പേടിച്ചിട്ട് ഹെൽമെറ്റ് വെച്ചുകൊണ്ടാണ് അന്ന് രക്ഷപ്പെട്ടത്. ഞാൻ മൂവാറ്റുപുഴ വർക്ക് ചെയ്യുമ്പോൾ ഒരു പള്ളിയിലച്ഛൻ എപ്പോഴും ഞങ്ങൾക്ക് ഹെൽമെറ്റിന് വേണ്ടി ക്ലാസ് എടുക്കാൻ വരാറുണ്ട്. അയാൾ പറയുന്നത് അയാൾ മോട്ടോർ സൈക്കിളിൽ പോകുന്ന സമയത്ത് അവിടെ ചെക്കിംഗ് ഉള്ളതുകൊണ്ട് ഹെൽമെറ്റ് വെച്ചിരുന്നു. പോകുന്ന വഴി ഒരു തെങ്ങിൽ നിന്നൊരു തേങ്ങ കറക്റ്റ് അയാളെ തലയിലേക്ക് വീണു. ഒരു തേങ്ങ അത്രയും ഉയർന്ന തലയിൽ വീണാൽ ഹെൽമെറ്റ് ഇല്ലായിരുന്നെങ്കിൽ എന്താവുമായിരുന്നു സ്ഥിതി. പക്ഷേ ഏറ്റവും വലിയ രസം, ഹെൽമെറ്റിനെതിരെ സംഘടിച്ചത് വളരെ വലിയ ആൾക്കാരായിരുന്നു. അതും സർക്കാർ സർവീസിലൊക്കെ വളരെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ സംഘടന ഉണ്ടാക്കിയിരുന്ന ഒരു കാലത്ത്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ അവർക്ക് അതിൻ്റെ ഗുണം അറിയില്ല എന്നുള്ളതാണ്. കാരണം ഒരു ആൾ 40 കിലോ തൂക്കമുള്ള ഒരാൾ 50 സ്പീഡിലോ സ്കൂട്ടറിലോ മോട്ടോർ സൈക്കിളോ പോകുന്ന വഴി വെറുതെ വീണു, ആക്സിഡൻ്റ് അല്ല, വെറുതെ വീണാൽ അയാളുടെ തല പോയി അടിക്കുന്നത് ഒരു പോയിന്റിലാണ്. ആ പോയിന്റിൽ ഇമ്പാക്റ്റ് അയാൾ ആ തലയിൽ വരുന്ന ഫോഴ്സ് 750 കിലോഗ്രാം ഫോഴ്സ് ആയിരിക്കും. അതായത് 50 കിലോ തൂക്കം 40 സ്പീഡ്, അല്ലെങ്കിൽ 40 കിലോ തൂക്കം 50 സ്പീഡിലാണ് പോകുന്നതെങ്കിൽ ജസ്റ്റ് പോയി വീഴുന്ന സമയത്ത് അയാളെ തല അടിക്കുന്ന 750 കിലോഗ്രാം ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 750 കിലോ ഉള്ള ഒരു ഹാമർ കൊണ്ട് 1 മീറ്റർ ദൂരത്തിന് അയാളെ തലക്കടിക്കുന്നതിന് തുല്യമല്ലേ? നിങ്ങൾ ആലോചിച്ചോ, 1 കിലോൻ്റെ ഒരു ഹാമർ കൊണ്ട് ഒരാളെ തലക്കടിച്ചാൽ അയാൾക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ 750 കിലോൻ്റെ തലക്കൊരടി ഒരു പോയിന്റിൽ കിട്ടുന്നത്. ഇതേ ആൾ ഹെൽമെറ്റ് വെച്ചിട്ടാണ് പോകുന്നത് വിചാരിക്കാം. ഹെൽമെറ്റ് വെറുതെ വെച്ചാൽ പോരാ, ഹെൽമെറ്റ് ഒന്ന് തലക്ക് കറക്റ്റ് സ്യൂട്ടബിൾ ആയിരിക്കണം, സൈസ് നിർബന്ധമാണത്. ചെറിയ ലൂസിൽ, അതായത് ഒരു വിരൽ കിടക്കത്തക്ക ലൂസിൽ നിങ്ങൾ അതിൻ്റെ ചിൻ സ്ട്രാപ്പ് ഇട്ടിരിക്കണം. ഇവിടെ വെക്കുന്ന ഈ ഒരു വള്ളി ഉണ്ടല്ലോ, അതിട്ട് ടൈറ്റാക്കിയിരിക്കണം. ഇല്ലെങ്കിൽ അതുകൊണ്ട് ഉപകാരം കിട്ടില്ല. പറ്റ ടൈറ്റാക്കിയാൽ നമ്മളെ രക്തോട്ടത്തിനെ ബാധിക്കും. അതുകൊണ്ടാണ് പറ്റ ടൈറ്റാക്കുന്നത്. ഞാൻ പലപ്പോഴും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുട്ടികളൊക്കെ തലവേദന പറയുമ്പോൾ അവർ ഈ മഫ്ത കെട്ടി വരിഞ്ഞുണ്ടാവും. ജസ്റ്റ് ഒന്ന് ലൂസാക്കാൻ പറയും. ഒരാഴ്ച കഴിയുമ്പോൾ സാറേ തലവേദന പോയി എന്ന് പറയും. രക്തോട്ടം കറക്റ്റ് കിട്ടാനുള്ള ബുദ്ധിമുട്ട്. അപ്പം നമുക്ക് ഹെൽമെറ്റിനും ചെറിയ രക്തോട്ടം കിട്ടണം. ഒരു വിരൽ കിടക്കത്തക്ക വിധത്തിലായിരിക്കണം. നമ്മൾ വാച്ചൊക്കെ അങ്ങനെ തന്നെ കേട്ടേണ്ടത്. അത് കഴിഞ്ഞ് ഇയാൾ ഈ ഹെൽമെറ്റും വെച്ചിട്ട് പോയി ആക്സിഡൻ്റ് ആവുകയാണ്. ഇതേ സ്പീഡിൽ 50 കിലോമീറ്റർ സ്പീഡിൽ അയാൾക്ക് 40 കിലോ തൂക്കാണ് അയാൾ അടിക്കുന്നു. 750 കിലോൻ്റെ അടി തന്നെ അയാൾക്ക് കിട്ടും. പക്ഷേ അത് കിട്ടുന്നത് ഹെൽമെറ്റിൻ്റെ മുകളിലാണ്. മനസ്സിലായോ? ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു മണലിലേക്ക് വെറുതെ വിരലിങ്ങനെ താഴ്ത്തിയാൽ കൈ പോവും. അതേസമയം ഇവിടെ ഒരു പലക വെച്ചിട്ടുണ്ട്, മരത്തിൻ്റെ ഒരു സ്ക്വയർ പലക, അല്ലെങ്കിൽ ഒരു സ്കൂൾ കുട്ടികളുടെ പുസ്തകം ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ വിരൽ താഴ്ത്തിയാൽ താഴില്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെ നമ്മൾ 10 കിലോ ഫോഴ്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മളെ വിരലിൻ്റെ തുമ്പിൽ 10 കിലോ ഫോഴ്സ് കൊണ്ടാണ് നമ്മളെ വിരൽ താഴുന്നത്. ഇവിടെ അതേ 10 കിലോ കൊടുത്തു കഴിഞ്ഞാൽ ഇത്തിരി ഏരിയയിലാണ് അത് വരുന്നത്. ഇപ്പോൾ ഒരു കുട്ടികളുടെ പുസ്തകം എന്ന് പറഞ്ഞാൽ 30x20 ഉണ്ട് വിചാരിച്ചോളൂ. 20 സെൻറ്റിമീറ്റർ വീതിയും 30 സെൻറ്റിമീറ്റർ നീളമുണ്ടെങ്കിൽ 600 സ്ക്വയർ സെൻറ്റിമീറ്റർ ഉണ്ടാവും. അപ്പോൾ 600 സ്ക്വയർ സെൻറ്റിമീറ്ററിൽ ഇയാൾ ഈ 10 കിലോ കൊടുത്തു കഴിഞ്ഞാൽ 10/600, 10 കിലോ ഫോഴ്സ് കൊടുത്താൽ 10 കിലോ / 600 ആണ് ഓരോ യൂണിറ്റിലും വരുന്നത്. അപ്പോൾ ഹെൽമെറ്റിൽ നിങ്ങൾക്ക് 750 കിലോൻ്റെ ഇടി വന്നാൽ ആ ഹെൽമെറ്റ് 2000 സ്ക്വയർ സെൻറ്റിമീറ്റർ ഉണ്ടാവും. ഒരു ഹെൽമെറ്റ് സാധാരണ അതിൻ്റെ പ്രതല വിസ്തീർണം, അതിൻ്റെ സർക്കംഫറൻഷ്യൽ ഏരിയ 2000 സ്ക്വയർ സെൻറ്റിമീറ്ററോളം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ 750 കിലോ ഹെൽമെറ്റിന് കിട്ടിക്കഴിഞ്ഞാൽ ആ ഹെൽമെറ്റിൻ്റെ എല്ലാ ഭാഗത്തേക്കുമാണ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അങ്ങനെ വരുമ്പോൾ 750 കിലോഗ്രാം ഡിവൈഡഡ് ബൈ ഹരിക്കണം 2000 ആണ് വരിക. അപ്പോൾ 375 ഗ്രാമാണ് ഇടി കിട്ടുക. ആദ്യം നമുക്ക് 750 കിലോൻ്റെ അടിയാണ് കിട്ടിയത്. ഹെൽമെറ്റ് വെച്ചപ്പോൾ നമുക്ക് കിട്ടിയത് 375 ഗ്രാമിൻ്റെയാണ്. ചെറിയ വ്യത്യാസമാണോ? അതായത് നിങ്ങളെ തലയിൽ വരുന്ന ആ അടി 2000-1 കുറയും. 2000-1 കുറയും. അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾക്ക് കാര്യമായിട്ട് ഒന്നും പറ്റില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ സുഖമായി എണീറ്റിട്ട് ഒന്ന് കുടഞ്ഞിട്ട് എണീറ്റ് ഒന്നും സംഭവിക്കില്ല. മറ്റേത് തല പൊട്ടി ചിതറി തലച്ചോറൊക്കെ പോയിട്ടുണ്ടാവും ചെറിയൊരു വീഴ്ചയിൽ.